ഇവിടെ നമ്മൾ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാണുക. ഇവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മുഖം മറച്ച് നടക്കുന്നത്? ഒരു ദുരുദ്ദേശവും ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് 100% അല്ല 200% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവര് മുഖം മറച്ചാണോ ഈ പണിക്ക് ഇറങ്ങേണ്ടത്? ഇനി ഹമാസിനെ കുറിച്ച് ഗാസയിലുള്ള ആളുകൾ എന്താ പറയുക? അവർക്കുണ്ടോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുള്ള അഭിപ്രായം? അതുമില്ല, ലോകത്താർക്കും ഇല്ല. അവര് തന്നെ കാണുന്നത് ഈ പറയുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് കാണുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടില് ഈ തരം കൂട്ടാളികൾക്ക് ഈ തുറപ്പൻ പണി, ഈ ഗുഹ പണിത് ഇരുന്ന് അതിനകത്ത് ഇരുന്നിട്ട് ഈ വാണം വിടുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പേര് വെച്ചു കൊടുക്കുന്നത് നാണം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ തീവ്രവാദ കൂട്ടമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് വരേക്കേ ഉള്ളൂ. അതുവരേക്കും നിങ്ങൾക്ക് ഈ മുഖം മറച്ച് നടക്കുന്ന സ്വന്തം ലക്ഷ്യം എന്താണ് എന്ന് പോലും പച്ചയ്ക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ തുറപ്പന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കാം തൽക്കാലത്തേക്ക്. നമ്മളിവിടെ ഉയർത്തിയ വിഷയം അവിടെ പ്രാർത്ഥന നടത്തി എന്നതിനേക്കാൾ ഉപരി ഇത് അറിഞ്ഞിട്ടും അതിനോട് അവര് അപലപിക്കുന്ന രീതി എന്താണ്, അവർ തന്നെ ഉപയോഗിച്ച വാക്ക് ഇടിച്ചു പൊളിച്ച് വന്നേനെ ഡിവൈഎഫ്ഐക്കാരെന്നാണ് അവർ പറഞ്ഞത്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടിപ്പോ 24 മണിക്കൂർ ആവാറായിട്ട് ഇതുവരെ ആരും ഇടിച്ചു പൊളിച്ച് വന്നിട്ടില്ല. മുട്ട് പറിച്ചിട്ടാണ് ഇസ്ലാമിനെ കാണുമ്പോൾ, ഇസ്ലാമിന്റെ രീതികളെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കും. അതിന്റെ വ്യക്തികളെ പിണക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രീണന പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും ശ്രീ സലീം മടവൂരിനെ പോലുള്ളവർക്ക് അവർ പോരാളികളാണ്, അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നു, അതിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഉറൂസിനെ ആന എഴുന്നള്ളത്ത് അത് അനിസ്ലാമികമാണ്. പക്ഷേ ഈ ഹമാസ് പോരാളികളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകപൊട്ടനാണ് ഇത് പറയുന്നത്. ഈ ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 100 നാക്കാണല്ലോ. സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാറുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആളുകളുടെ ചിത്രമാണ് ഈ കണ്ടത്. അതെ, പക്ഷെ അത് പറയാൻ കാര്യമുണ്ട് അതുകൊണ്ടാ. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാണുക. എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഞാൻ ഇതില് ഈ കാണിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ ആവശ്യപ്പെടുകയാണ് സലീം ഭായിയുടെ അടുത്ത്. അതായത് ഇതിൽ ആരാണ് അൽ താന്തിയ തോപ്പി, ഇതിൽ ആരാണ് അൽ ഗാന്ധിജി, ഇതിൽ ആരാണ് അൽ നെഹ്റു, ഇതിൽ ആരാണ് അൽ ഭഗത് സിംഗ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇവര് നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മുഖം മറച്ച് നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഏതെങ്കിലും ഒരു ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പോരാട്ടത്തിന്റെ ഒരു കോറായിട്ടുള്ള വിശ്വാസം അവർക്കില്ലാത്തത്? അവർക്കുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് അവർ മുഖം മറിച്ച് നടക്കുന്നത്? അവര് എന്താ പറയാ, യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ മുഖം പുറത്ത് കാണിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് 100% അല്ല 200% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവര് മുഖം മറച്ചാണോ ഈ പണിക്ക് ഇറങ്ങേണ്ടത്? അതിന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. എന്താ അതിന്റെ ആവശ്യം? അതിന്ന് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന സാധനം മൊത്തത്തിൽ കള്ളത്തരമാണെന്നുള്ളത്. നിങ്ങൾ പറയുന്നു ഇവര് സ്വാതന്ത്ര്യ സമരമാണ്, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇവിടെ സലീം മടവൂർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഈ നമ്മളെ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ കുറിച്ചൊക്കെ. ഞാൻ ചോദിക്കുന്നു, ഹമാസിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എവിടെയാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്? ആ രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേൽ അവിടെ ഉണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇതില് എന്തുകൊണ്ട് ഇപ്പോ തൃത്താലയില് അങ്ങനെ എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി ഈ പറയുന്ന ആളുകളുടെ ചിത്രങ്ങൾ? അതല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സലീം മടവിനെ പോലുള്ള ആളുകൾക്ക് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറയാൻ അവസരം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പഴി ഞാൻ വെച്ചു കൊടുക്കുക അത് ഇവിടുത്തെ BJP കേന്ദ്ര സർക്കാരിനാണ്. കാരണം ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആളുകൾക്ക് വളം ആകുന്നത്. കുടുംബത്തിന് രക്ഷയുള്ളൂ. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് ലോകത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക തന്നെയാണ്, 2 കാനഡയാണ്, യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ, ഓസ്ട്രേലിയ, ഇസ്രായേലിനെ പറയണ്ട, ജപ്പാൻ, അതുപോലെ ന്യൂസിലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളും അതിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? UAE കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. UAE എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഹമാസ് നിങ്ങൾ ഇറങ്ങണം, താഴെ ഇറങ്ങണം, നിങ്ങളുമായിട്ടുള്ള സഹകരണത്തിന് അവർക്കും താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെ മനസ്സിലായില്ല ചേട്ടാ.
ശരിക്കും മനസ്സിലായി കടക്കട പുറത്ത്. ഇനി ഹമാസിനെ കുറിച്ച് ഗാസയിലുള്ള ആളുകൾ എന്താ പറയുക? അവർക്കുണ്ടോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുള്ള അഭിപ്രായം? അതുമില്ല. ലോകത്ത് ആർക്കും ഇല്ല. അവര് തന്നെ കാണുന്നത് ഈ പറയുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് കാണുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഈ തരം കൂട്ടാളികൾക്ക് ഈ തൊരപ്പൻ പണി, ഈ ഗുഹ പണിത് ഇരുന്ന് അതിനകത്ത് ഇരുന്നിട്ട് ഈ വാണം വിടുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പേര് വെച്ചു കൊടുക്കുന്നത് നാണം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് എത്ര തവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഇതുപോലുള്ള തൊരപ്പൻ പണിയെടുക്കുന്ന ആളുകൾക്ക് ഫാൻ ബേസ് ഉണ്ടാക്കുന്നതിനുള്ള ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അതിനെ ഡീലിസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. ഒരു മാതൃകാപരമായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശിക്ഷ കൊടുക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ സാധാരണ വിശ്വാസികളെ ഈ വിക്ടിം കാർഡ് ഇറക്കി അതിലേക്ക് ആകർഷിക്കുന്ന പരിപാടിക്ക് തടയിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിർബന്ധമാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്, പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അത് ശരിയാണ് എന്ന് ധരിപ്പിക്കുന്ന ഒരു പക്ഷം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷം പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർക്ക് ഒറ്റ ശ്വാസത്തിൽ അവർ തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥ അതിനെ മുതലെടുക്കുന്നുണ്ട് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അപ്പൊ അതിന് വഴി വെക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? ആ നിരോധനത്തിലൂടെയാണ്. എന്ന് പറഞ്ഞ പോലെ ഹമാസിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു, തീവ്രവാദ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഹൽക്ക നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടി ഇരുന്നിട്ട് ആളുകൾ പറയുന്നത് എന്താണ്, യഹിയ സിൻവർ കാണിച്ച ആ ഒരു സംഗതിയുടെ ഒരു 10-1 നമ്മൾ കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ തീവ്രവാദത്തിലേക്കാണ് ഈ ക്ഷണിക്കുന്നത്. ഞാൻ പറയാണ്, ഇതേപോലെയുള്ള ഹൽക്കകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഒരു കാലത്ത് ഞാനും. ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഹൽക്കകളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലെ ചെറിയ കൂട്ടങ്ങളിൽ അവിടെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജനാധിപത്യം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, നിങ്ങൾ ഇലക്ഷന് നിൽക്കരുത്, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നിരുന്ന ഹൽക്കകളിൽ നമുക്ക് മോളെ ഉള്ളതുകൊണ്ട് അതിനകത്ത് പെട്ടുപോയില്ല. നിന്റെയൊക്കെ കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്നില്ല, അവർക്ക് അതിനകത്ത് പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങളിൽ മലയാളികൾ പെടുന്നു, ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, മതം മാറ്റപ്പെടുന്നു, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നത് അതുകൊണ്ട്. അപ്പോ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ചെയ്യാത്തതിന്റെ കൂടിയും ഒരു വഴിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോ ഇതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ തീവ്രവാദ കൂട്ടമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് വരേക്കേ ഉള്ളൂ. അതുവരേക്കും നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാം. അതുവരേക്കും നിങ്ങൾക്ക് ഈ മുഖം മറച്ച് നടക്കുന്ന സ്വന്തം ലക്ഷ്യം എന്താണ് എന്ന് പോലും പച്ചയ്ക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ തൊരപ്പന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കാം തൽക്കാലത്തേക്ക്. അത് തൽക്കാലം നമ്മൾ അങ്ങ് അനുവദിച്ചു തരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാം. നമ്മളിവിടെ ഉയർത്തിയ വിഷയം അവിടെ പ്രാർത്ഥന നടത്തി എന്നതിനേക്കാൾ ഉപരി അത് നടന്നിട്ട് ഇത് അറിഞ്ഞിട്ടും അതിനോട് അവർ അപലപിക്കുന്ന രീതി നമ്മൾ എടുത്ത് എന്താണ്, അവർ തന്നെ ഉപയോഗിച്ച വാക്ക് ഇടിച്ചു പൊളിച്ച് വന്നേനെ DYFIക്കാരെന്നാണ് അവർ പറഞ്ഞത്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് ഇപ്പൊ 24 മണിക്കൂർ ആവാറായിട്ട് ഇതുവരെ ആരും ഇടിച്ചു പൊളിച്ച് വന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ വേണ്ടതെല്ലാം ചെയ്യാനുള്ള ത്രാണിയുള്ള ആളുകൾ നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് ഗണപതി ഹോമം നടത്തിയപ്പോ മാനേജരെ പൊക്കി കൊണ്ടുപോയി തൊട്ടിൽപ്പാലം പോലീസ്. അതെ, അതാ ഞാൻ പറയാൻ വന്നത്. കോഴിക്കോട് നടന്ന വിഷയത്തിൽ അവർ ഇടിച്ചു പൊളിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കുകയും എന്നിട്ട് ഇതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സാധനം, സമയമെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന സാധനം അവിടെ മാറ്റി വെക്കുകയും ഇവിടെ ആ ഒരു ലെവലിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇടിച്ചു പൊളിച്ച് വരൽ തൽക്കാലം അങ്ങ് അവധിക്ക് വെക്കുന്ന ഒരു പ്രവണത. അതെന്തിന്റെ പേരില? സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. മുട്ട് വരച്ചിട്ടാണ്. ഇസ്ലാമിനെ കാണുമ്പോൾ വരയ്ക്കും, ഇസ്ലാമിന്റെ രീതികളെ കാണുമ്പോൾ മുട്ട് വരയ്ക്കും. അതിന്റെ വ്യക്തികളെ പിണക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രീണന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൽ വരുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സലീം അടവൂർ നേരത്തെ പറഞ്ഞു മതം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. സലീം അടവൂർ ഇവിടെ മതം പറഞ്ഞു. സലീം അടവൂർ പറഞ്ഞു ഉറൂസ് അനിസ്ലാമികമാണെന്ന് പറഞ്ഞത് എന്താണ്? മതവിധിയല്ലേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലില്ല എന്ന് ആന എഴുന്നള്ളിപ്പും ഉറൂസും മണ്ണാങ്കട്ടയൊന്നും ഇസ്ലാമിലില്ല. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. എന്ത് തന്നെ ആയാലും അത് ഇസ്ലാമിലല്ല, അനിസ്ലാമികമാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്. ഒരു സാധനം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് പറയുന്നത് അതുപോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാം മതം ഞാൻ പഠിച്ചെടുത്ത് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഇത് വലിയ ശല്യമായില്ല പണ്ടാണ് കാര്യമായിട്ട്. ശ്രീനി ആ ഗിയർ ലിവർ എടുത്തോളൂ, ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ. എന്തായാലും ആ വാദം ഇവിടുത്തെ പ്യൂരിറ്റാനിസം കൊണ്ട് നടക്കുന്ന സലഫികൾ പറയുന്ന സാധനമാണ്. അത് തന്നെയാണ് നിങ്ങളിവിടെ പറയുന്നത്. ഇത് ഞങ്ങളാരും കണ്ട ഇസ്ലാമിൽ അതില്ല, അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിലില്ല എന്ന് പറയുന്ന ആളുകളാണ് അവര്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല എന്നും കൂടി അവർ അവസാനം പറയും. നിങ്ങൾ അത് മാത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കട്ടെ. എന്തായാലും നിങ്ങൾ പറഞ്ഞത് പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ഒരു വകഭേദം തന്നെയാണ്. അവസാനത്തെ സെന്റൻസ് പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ അത് വരാതിരിക്കുന്നില്ല. കാരണം
ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മളുടെ നാട്ടിലെ ഒരു ശീലമായിട്ട്, എന്റെയൊക്കെ പഴയ തറവാട്ടിൽ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കും, അപ്പുറത്ത് ഹിന്ദുക്കൾ കത്തിക്കുന്നു, നമ്മളും കത്തിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഈ സലഫികൾ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും കത്തിക്കാൻ പാടില്ല, അതൊക്കെ ബിദ്അത്താണ്, അത് ഷിർക്കാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ കത്തിക്കൽ നിർത്തി. നമ്മൾ പഠിച്ച മതത്തിൽ അതില്ലാന്ന് തന്നെയാണ് അവരും പറഞ്ഞത്, ഇത് തന്നെയാണ് നിങ്ങളും പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ പ്യൂരിറ്റൻ ഇസ്ലാം അവിടെ കടന്നു വരുന്നു, നിങ്ങൾ മതവിധി പറയുന്ന ആളുകളായിട്ട് മാറുന്നു. ഞാൻ ചോദിക്കും, നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ, അത് നാടിന്റെ ഒരു ചരിത്രമല്ലേ, അവരുടെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ലേ, അത് ചെയ്തോട്ടെ. പക്ഷെ എന്നാലും തീവ്രവാദികളുടെ ചിത്രം വെച്ചതിന്റെ കുറിച്ചുള്ള ചർച്ച വരുമ്പോ അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് പറ്റില്ല, തീവ്രവാദികളാണ്, അത് നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ്, തീവ്രവാദത്തെയും തീവ്രവാദികളെയും അത് ചെയ്യാൻ പാടില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. നിങ്ങളതല്ല പറഞ്ഞത്. അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനിൽ നിന്നും ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു മദ്രസ അധ്യാപകനായിട്ട് മാറിപ്പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ച് കേട്ടറിഞ്ഞെടുത്ത് ഇസ്ലാം മതത്തിൽ ഇത്തരം ഉറൂസിൽ എഴുന്നള്ളിപ്പും ഇത്തരം ആഘോഷങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇസ്ലാം മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും നടത്തിയെടുത്ത് ഈ ഹമാസിന്റെ ചിത്രവും അവിടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിത്രവും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹമാസിനെ നിങ്ങൾ ഇതിന്റെ കൂടെ തീവ്രവാദം എന്ന് പറഞ്ഞപ്പോ തീവ്രവാദമാണെന്നുള്ള അഭിപ്രായം, അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീവ്രവാദമാണെങ്കിൽ അതിനെ അംഗീകരിക്കാം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു തനി ഭീകരവാദ പ്രസ്ഥാനമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ ഞാൻ പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു, അവർ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയെന്നല്ലാതെ ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കവർന്നെടുക്കുകയോ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ സ്വത്ത് പിടിച്ചെടുക്കുക ഒന്നും അവർ ചെയ്തിട്ടില്ല. അവരിവിടെ ഒന്ന് ഭരണം നടത്തി, ഇന്ത്യയുടെ വികസനം നടത്തി, ഈ രാജ്യത്ത് മതേതര ചിന്താഗതിക്ക് കാര്യമായ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബ്രിട്ടീഷുകാർ മതപരമായി ഇവിടെ എന്താ പറയുക വിവേചനം അമിതമായി ചെയ്തിട്ടില്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്വത്ത് കവർന്നുകൊണ്ട് അതിനാണ് നമ്മൾ സമരം ചെയ്തത്. ഇവിടെ ഇസ്രായേൽ എന്താ ചെയ്തത്? ഹമാസിന്റെ ഭാഗമല്ലാത്ത ഫത്താഹ് പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുന്നതിനാണ്. അവിടെയും ബോംബിടുന്നുണ്ടല്ലോ, അവിടെ അക്രമം നടത്തുന്നുണ്ടല്ലോ, അവിടെ കുടിയേറ്റം നടത്തുന്നുണ്ടല്ലോ, അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ടല്ലോ, അവിടെ കൃഷിസ്ഥലങ്ങൾ കയ്യേറുന്നുണ്ടല്ലോ. എന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഇത് ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ഭീകര സംഘടനയുടെ ഒരു ഭീകര രാജ്യത്തിനെതിരായ പോരാട്ടമാണ്. അതിനവർ ആയുധം എടുത്തിരിക്കും. ഈ അന്യായം സംഭവിച്ചു കൊടുക്കാൻ പറ്റില്ല. നിരപരാധികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകൾ അവർ ഇസ്രായേൽ കൊടുത്ത യൂണിഫോം പോലും കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ധീരമായ പോരാട്ടം അവർ നടത്തുന്നു. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു. എന്താ സംശയം? നമുക്കറിയാലോ. സമാധാന കരാർ നടപ്പിലാക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കി, അവിടെ സമാധാനം ഒരിക്കലും വരരുതെന്ന് നിർബന്ധമുള്ള ഇസ്രായേൽ അവിടെ ഓരോ ദിവസവും കുഴപ്പമുണ്ടാക്കുകയാണ്. പുതിയ സെറ്റിൽമെന്റ് കോളനികൾ സൃഷ്ടിക്കുകയാണ്. ആളുകളെ കൊന്നെടുക്കുന്നു, ബോംബിടുന്നു, ആക്രമിക്കുന്നു. പൊന്നോ കൊടുക്കത്താ പിന്നെ അതുകൊണ്ടാണ് ഹമാസ് വീണ്ടും പൊങ്ങി വന്നത്. സമാധാനത്തിന് തുരങ്കം വെച്ച ഇസ്രായേലിന്റെ കുറ്റമാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പോയിന്റിലോട്ട് വരാം. തൃത്താലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മതപരമായ വിധി പറയാൻ ഞാനാണ്. പക്ഷേ ഈ ആന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആഘോഷമൊന്നും ഞാൻ പഠിച്ച സ്ഥലത്ത് കണ്ട ഇത്തരത്തിലുള്ള ഉറൂസ് അത്തരത്തിലാണ്. എന്നിട്ട് ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ മരിച്ച ദിവസത്തിൽ ആളുകൾ വരുന്നു, അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ആ സ്ഥലത്ത് വന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമിക ചര്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചു വെച്ചതും. ഞാൻ അതിന്റെ വക്താവായിട്ട് സംസാരിക്കാനോ അതൊന്നും എനിക്കറിയില്ല. കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിന്റെ പൊളിറ്റിക്കായി എനിക്ക് അറിയാവുന്ന കാര്യം പങ്കുവെച്ചതാണ്. ഭയങ്കര അത് കലക്കി അത് കലക്കി. നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് പോലീസ് എത്ര പെട്ടെന്ന് ഇടപെട്ടത്, ആ മാനേജറെ പിടിച്ചോണ്ട് പോയി. ചോദ്യം മനസ്സിലായി. അത് ഒന്ന് എയ്ഡഡ് സ്കൂളാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മതപരമായ ചടങ്ങ് നടത്തിയപ്പോൾ ആളുകൾ സമരം ചെയ്തപ്പോൾ പലത് കാണിച്ചിട്ടുണ്ടാവും. ഇവർ പറയട്ടെ ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ വാർത്തയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ അത് പൊളിച്ചാൽ കേന്ദ്രത്തിന് നഷ്ടം, നിങ്ങളെ പൊളിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടം പൊളിക്കണമെന്നാണ് പറയുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? കെട്ടിടം പൊളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മതപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി വേണം. അതിന് ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് അവർക്കെതിരെ അനങ്ങാത്തത് വേണം. കൗൺസിലർക്കെതിരെ നടപടി വേണം. അവിടെ പോയിട്ട് ഈ ചടങ്ങ് നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണം. ആരെതിരെ ഞാനത് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് ഒരിക്കലും പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പോലീസല്ലേ? അല്ല, പോലീസ് നടപടി എടുക്കണോ? നിങ്ങളുടെ പോലീസല്ലേ? അല്ല, സമയാവുന്നല്ലോ, നടപടി എടുക്കട്ടെ. ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നു. മതത്തിൽ ഇവിടെ ഒന്നും റോളുമില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും നമ്മൾ പറഞ്ഞത്.
ഇവിടെ മതത്തിന്റെ പണിയും രാഷ്ട്രീയ പാർട്ടിയുടെ പണിയും എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഒന്നായ അല്ല, വലിയ പക്ഷേ പ്രയാസമാണ്. സലീം പാടില്ല എന്നാണ് മടവൂർ ഇവിടെ ഇപ്പോ താങ്കളിപ്പോ ഓക്കെ അത് പാടില്ല എന്ന് പറയുന്നു. നോക്കൂ, പക്ഷേ ഇവിടെ ഒരു മതം എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല സാർ. അവിടെയാണ് എനിക്ക് താങ്കളോട് വിയോജിപ്പ്. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ പാർലമെന്റ് ചെയ്തതും ഈ ആലപ്പുഴയിലെ കായംകുളത്ത് മുനിസിപ്പാലിറ്റി ചെയ്തതും ഒരു മതമല്ലല്ലോ, ഹിന്ദു മതം മുസ്ലിം മതം അല്ലല്ലോ തെറ്റ് ചെയ്തത്. അതിന്റെ ചില വക്താക്കൾ എന്ന് പറയുന്ന ആളുകളാണ് തെറ്റ് ചെയ്തത്. അതെ, അവര് ചെയ്തതുകൊണ്ടാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ, മന്ത്രിയാവട്ടെ, MLA ആവട്ടെ, കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ആവട്ടെ, ആരും ഇതിൽ പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ സാർ? കേരളത്തിൽ കാണുന്ന സ്ഥിതിവിശേഷം അല്ലേ ഇത്? അല്ലാതെ പറയാൻ പറ്റുമോ സലീം? അല്ല, അനിൽ നമ്പ്യാരെ ഡൽഹിയിൽ മതത്തെ ചൂഷണം ചെയ്ത് മുതലെടുപ്പ് നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കായംകുളത്ത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൗൺസിലറാണ് ശ്രമിച്ചത്. ഇത് രണ്ടും വലിയ ആള് ചെയ്തത് ശരിയും ചെറിയ ആള് ചെയ്തത് തെറ്റാണ്. രണ്ടും തെറ്റാണ്. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അത് മുസ്ലിം ലീഗിന്റെ മാത്രം പെരടിക്ക് കൊണ്ടുപോയി കിട്ടേണ്ട ആവശ്യമില്ല. അത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. ഈ പ്രാർത്ഥന നടത്തിയിട്ടും അപലപിക്കാതിരിക്കുന്നതും, അതല്ലെങ്കിൽ ഇതിലൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ, ഇതൊരു ലോക്കൽ ഇഷ്യൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നൊക്കെ കാണുമ്പോൾ ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും തറയാ. നമുക്കിത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഏത്തീസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു സെക്യുലർ വാദി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് മതത്തിന്റെ എക്സിബിഷനിസം, അത് ഏത് മതമായാലും പാടില്ല എന്ന് നമ്മൾ പറയുന്നു. അത് ഏത് മതത്തിനും ബാധകമാണ്. അത് സർവ്വമതം ആയിട്ട് ചെയ്യുന്നതായാലും ശരി, ഏതെങ്കിലും ഒരു മതമായിട്ട് ചെയ്യുന്നതായാലും ശരി, അത് രണ്ടും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത് സെക്യുലറിസത്തിന് എതിരാണ്. അത് ബേസിക്കലി അത് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മറ്റു ചില മതങ്ങൾക്ക് അത് കൂടുതലെടുത്ത് പ്രയോഗിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടാക്കി വെക്കും എന്നും കൂടിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് പിന്നെന്താ പ്രശ്നം? ഇവിടെ ഈ ഹമാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും കാണുന്നത് ഈ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ അവിടെ ആ ബന്ദികളെ നിങ്ങൾ റഡാർ സംവിധാനം ഉണ്ടായിട്ടും നിങ്ങൾക്ക് തപ്പിപ്പിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതിനകത്തൊരു ഒരു വീരവാദം നമുക്ക് അവിടെ സെൻസ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ആ ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് കൊണ്ടല്ലേ ഈ പറയുന്ന ഗാസക്കാരിന്ന് ഈ പറയുന്ന ഒരു വിഷയത്തിലേക്ക് തള്ളിയിടപ്പെട്ടത്? ഇതെന്ത് ആവശ്യമാണ് അതിനുണ്ടായത്? ആ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം ഇതുപോലുള്ള മനുഷ്യന്മാരുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്റെ ആ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അവർ ഈ വീരവാദം പറയണേ, അതായത് ഭീകരവാദികൾ നടത്തുന്ന ഭീകരവാദത്തിന്റെ മേന്മ പറയാ. ഒസാമ ബിൻ ലാദനെ ഇവിടെ ചിത്രീകരിച്ചത് കനൽ പദങ്ങളിലെ സിംഹം എന്ന് തന്നെയാണ് ഇവിടെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ AP വിഭാഗം സെൻസിംഗ് എന്ന് പറയുന്ന മാസികയിൽ എഴുതി പിടിപ്പിച്ച തലക്കെട്ടാണത്. ഒസാമ ബിൻ ലാദന്റെ ചിത്രവും കൊടുത്തിട്ട് അതിന്റെ മറ്റൊരു വകഭേദ അതേ നമ്മളിവിടെ സലീം മടവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഭീകരവാദിക്ക് വേണ്ടിയിട്ട് വീരചരിതം പറയുന്ന കഴുകന്മാര്, അത്രേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. അവർ ഒഴുക്കുന്ന മുതലക്കണ്ണീര്, അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ നിലവിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ അശ്ലീലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനോടൊന്നും നമുക്ക് പ്രതികരിച്ച് നമ്മൾ മടുത്തു, നമുക്ക് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം ഇത് കാണുമ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പും ഈ ഒരു തരത്തിലുള്ള എന്താണ് ഈ വിക്ടിം കാർഡ് കളിക്കുകയും തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒത്താശ പാടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് ശരിയല്ല. കാരണം ഇത് നമ്മുടെ നാടിനും ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്ന് ഒരു തീവ്രവാദ കൂട്ടം പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഇവിടെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ ഇവർ അതിനെയും പിന്താങ്ങില്ലേ? അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താവുമ്പോൾ ഒരു വിഷയമുണ്ടായാൽ ജനാധിപത്യ രീതിയിലാണ് അതിനെ പരിഹരിക്കേണ്ടത്. അതിന് പകരം അത് ഇതുപോലെ ഒരു വലിയ ഒരു അട്ടിമറിയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സായുധ പോരാട്ടത്തിലൂടെയൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അതിനെയും വിശേഷിപ്പിച്ച് വലിയ തോതിൽ വീരവാദമാക്കി പാടാൻ ഇവര് അന്നും മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. കാരണം ഇവർ ചെയ്തു വെക്കുന്നത് നമുക്ക് തരുന്ന സൂചന ഭീകരവാദിക്ക് പാട്ടുപാടി കൊട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് തന്നെയാണ്. അത് നമുക്ക് പ്രശ്നമാണ്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഇദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമരം. ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന വിഷയം ഇത്ര നാൾ നീണ്ടുപോകാനുള്ള കാരണം എന്താണ്? അവിടെ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനത്തെ പാലസ്തീനിയൻ അല്ലെങ്കിൽ അറബ് ആ സൈഡ് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാനേ പാടില്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് അത് സാധിക്കുക? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഫ്രം റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നാണ്. അതിനകത്തൊരു ജൂതരാഷ്ട്രമില്ല. അവസാനത്തെ ജൂതനെ കൊന്നു തള്ളിയിട്ടല്ലാതെ ഇവിടെ ഒരു ലോകാവസാനം സംഭവിക്കില്ല എന്ന് പഠിക്കുകയും അതും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ അവര് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഐഡിയൽ അവർക്കില്ല എന്നുള്ളത് ആ ഒരു മിനിമം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നഴ്സുമാർ പറഞ്ഞത്, ജൂതൻ എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചികിത്സിക്കില്ല.
അവന് വേണ്ട ചികിത്സ ഞാൻ കൊടുക്കില്ല, അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞതിന് പേരിൽ ഇന്ന് അവിടുന്ന് ഇടപെടുകയല്ലേ ചെയ്തത്. ഇതാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഇതൊന്നും അറിയാതെ ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യാനും അതിനെ നമ്മൾ ആ രീതിയിൽ അഡ്രസ് ചെയ്യാനും സാധിക്കാതെ നിങ്ങളുടെ കുറെ വിഷ്വൽ തിങ്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ ഐഡിയൽസ് അവരിലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് അതെങ്ങനെയാ അവരുടെ ഐഡിയൽ ആവുക? അവരുടെ ഐഡിയൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോയാലല്ലാതെ ഈ വിഷയത്തിന് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? നിങ്ങളെ പോലെയുള്ള ഈ കൈയടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൽ തീവ്രവാദിക്ക് വളം വെക്കുന്നതും തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതും ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇത് കൂടുതൽ വ്രണമാകുന്നതിന് കാരണമാകുന്നതും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. Bing bing boo,